ടെക് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ ഗൈസ്, എല്ലാവർക്കും ഞാൻ ഏറ്റവും തന്നെ ഈദിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഓഫ് ഷോറിൽ ഈദ് ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ന് വൈകുന്നേരത്തെ ഫുഡിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട. ഓക്കെ, നേരെ വീഡിയോയിലോട്ട് പോവാം. ഈദ് മുബാറക്കിനോടനുബന്ധിച്ചിട്ട് നമ്മുടെ മെസ്സുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്നതാ കാണുന്നില്ലേ, നമ്മുടെ പ്രിങ്കിൾസ് അതുപോലെ ചോക്ലേറ്റ്സ് ഇരിക്കുന്നുണ്ട്. നമുക്ക് വീക്കിൽ കിട്ടാറുള്ള നമ്മുടെ പ്രിങ്കിൾസും ചോക്ലേറ്റ്സ് ഇരിക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് പായസം കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ വെക്കാറുള്ള പായസം ഇല്ലേ, അത് എടുക്കാനായിട്ടുള്ള ഒരു ബൗള്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബൗളും സ്പൂണും അവിടെ വെച്ചിട്ടുണ്ട്. മെസ്സ് കാലത്തെ ഫുഡ് ഐറ്റംസിൻ്റെ വീഡിയോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് അവിടുത്തെ ഷെഫ് വന്നിട്ടുണ്ടായിരുന്നു. അറബിക് ഐറ്റംസ് ഉണ്ടാക്കുന്ന ഷെഫ് വന്നിട്ടുണ്ടായിരുന്നു. ആൾ വന്നിട്ട് പറഞ്ഞു ഇവിടുത്തെ മൊത്തമായിട്ടുള്ള ഐറ്റംസ് എടുക്കണം, അതുപോലെ തന്നെ എന്നെയും കൂടി ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തണം ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആൾ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീഡ്സ് ഉണ്ട്, അത് സെപ്പറേറ്റ് ആയിട്ട് ഉൾപ്പെടുത്തണം. അങ്ങനെ ഓരോന്നും ആൾ സെപ്പറേറ്റ് പറയുമായിരുന്നു. അത് പിന്നെ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. പക്ഷേ ആൾ എന്നോട് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതിന് മുന്നേ കിച്ചണിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ ആൾക്കാർ വരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഫുഡ് ഐറ്റംസിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ നൂഡിൽസ് ആണ് കേട്ടോ. 2 ടൈപ്പ് നൂഡിൽസ് ഇരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ തണ്ണിമത്തനില്ലേ, അത് നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് ഒരു പൂവിൻ്റെ രീതിയിലൊക്കെ ആയിട്ടുള്ള ഒരു തണ്ണിമത്തൻ അവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മന്തി റൈസിൻ്റെ മുകളിൽ ധാരാളം നട്ട്സൊക്കെ വെതറി, അതായത് ബദാമും അതുപോലെ തന്നെ നട്ട്സൊക്കെ ധാരാളം വെതറിയിരിക്കുന്നുണ്ട്. പിന്നെ ബീഫാണോ ചിക്കനാണോ എന്ന് അറിയില്ല, അതിൻ്റെയൊക്കെ ഫില്ലിംഗ് ആയിട്ടുള്ള പലതരത്തിലുള്ള സ്നാക്സ് ഉണ്ട്. പിന്നെ ബീഫ് കീമയും അതുപോലെ തന്നെ നമ്മുടെ ഫ്രൈഡ് റൈസും മിക്സ് ആയിട്ടുള്ള ഒരു ഐറ്റം വെച്ചിട്ടുണ്ട്. പിന്നെ അതവിടെ ഒരു ഒട്ടകത്തിൻ്റെ ഒരു വലിയൊരു പീസ് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇത് ആര് കഴിക്കാനാണോ അവിടെ കഴിക്കണവരൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ വേറെ എന്തോ കുറേ ഐറ്റം പേരൊന്നും അറിയില്ല. പിന്നെ ഇത് കാണുന്നത് ബീഫായിട്ടാണ്, ഇത് കാണുന്നത് മട്ടൺ ആയിട്ടാണ് കേട്ടോ. ഫുഡ് ഇങ്ങനെ കെടുക്കാണ്, എന്താ പറയുക, ഇത് മട്ടൻ്റെ മന്തിയൊക്കെയാണ് അവിടെ കിടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഇതൊരു പിരമിഡാണ്. പിരമിഡ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ പിരമിഡാണ് ഇതെന്ന് പറയുന്നത്? ചെമ്മീൻ വെച്ചിട്ടുള്ള, അതായത് പ്രോൺസ് പിരമിഡ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനിവിടെ വീഡിയോ എടുത്തോണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ക്യാമ്പ് ഹൗസർ വന്നിട്ട് ഞാൻ സ്പെഷ്യൽ ആയിട്ട് കാണിക്കാതെ പറഞ്ഞിട്ടോ ആൾ വന്നിക്കണേ. ഞാനിപ്പോൾ എന്തായാലും കാണിച്ചാൽ ഇവിടെ എന്തോ ഫിഷ് എന്തോ സംഭവം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ എന്തോ ഒരു ലിക്വിഡ് ഒഴിക്കുന്നുണ്ട് കേട്ടാ. ഇത് എന്തോ കത്തിക്കാൻ എന്താ പോവാണ്. ഓന്റെ മോനെ, പൊളി സാധനം. ഇത് കത്തിക്കണോക്ക് അടിപൊളി. ആയോ, ഇതെന്തായിട്ടാ എനിക്ക് അറിയില്ല, ഞാൻ ചോദിക്കട്ടോ, ലാസ്റ്റ് പേര് പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ കണ്ടോണ്ടിരിക്കുന്ന ഈ ഐറ്റിൽ ഇതെന്ന് പറഞ്ഞത് ഒരു സാൽമൺ ഫിഷിന്റെ ഒരു ഫുഡ് ഐറ്റം ആണ് കേട്ടോ. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മീനാണ്. പിന്നെ വേറൊരു മീൻ ടൈപ്പ് എന്തോ ഒരു ഡിഷസ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫിലിപ്പീൻസുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എനിക്ക് കഴിക്കാനായിട്ട് തോന്നുന്നില്ലേ. ഞാൻ ഒന്നാമത് ഫിഷ് ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ഈ ഐറ്റം എന്ന് പറയുന്നത് ചിക്കൻ ഫില്ല് ചെയ്തിട്ടുള്ള എന്നൊരു സ്നാക്സ് പോലത്തെ ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ തൊട്ടുപുറത്ത് എന്തോ കിടക്കുന്നുണ്ട്, എനിക്കത് പേരെന്താ മനസ്സിലായില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ഈ ഐറ്റം എന്ന് പറയുന്നത് ചിക്കൻ കബാബും ഇതുപോലെ തന്നെ ഇത് ബീഫ് കബാബും ആണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഷെഫ് പിന്നെയും വന്ന് നമ്മുടെ കേക്ക് ഐറ്റംസ്, അതായത് സ്വീറ്റ്സ് ഐറ്റംസ് മൊത്തമായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും അവിടെ ആൾക്കാരെല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തന്നെ തോന്നി എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്നും നോക്കിയില്ല. പിന്നെ അവിടേക്ക് നേരെ വിട്ടു. അവിടെ ചെന്നപ്പോൾ എൻ്റെ കിളി പറഞ്ഞു കേട്ടോ, എത്ര ടൈപ്പ് കേക്കാണ് ഇരിക്കണമെന്ന് എനിക്ക് തന്നെ എണ്ണി തീർക്കാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ അത്രയധികം കേക്കുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ അത്രയധികം സ്വീറ്റ്സ് ഐറ്റംസ് ആ ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്കിത് ഓരോന്നും പറഞ്ഞു തരാനായിട്ട് നമ്മുടെ ഷെഫ് ഭയങ്കര എൻജോയ്മെൻറ്റിലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഞാൻ എങ്ങനെ വീഡിയോ എടുക്കുന്നത് ആലോചിക്കുന്നു. കാരണം വെച്ചാൽ അത്ര ആൾക്കാരാണ്. നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് പേരായിട്ട് തോന്നുള്ളൂ, പക്ഷേ അത്രയും നല്ല ആൾക്കാരാണ്. ഇവരെല്ലാവരും എൻ്റെ വീഡിയോ വരുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഞാൻ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞാൻ പോലും ഇത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ഓരോന്നും അൺബോക്സ് ചെയ്യുമ്പോൾ, അതായത് ഓരോന്ന് കവർ മാറ്റുമ്പോൾ അത് ഞാൻ വീഡിയോ എടുക്കണമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇതിൻ്റെ എല്ലാം ലൈവായിട്ടാണ് ഞാൻ ഓഡിയോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, അതായത് അവരവിടെ അറബിക് പാട്ടുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് യൂട്യൂബിൽ നിന്നാണ് വെച്ചത്. ഇനി അത് കോപ്പിറൈറ്റ് ആവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ആ ഒരു ഓഡിയോ കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ഒരു ഓഡിയോ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ ഓഫ് ഷോറിൽ ഈദ് പ്രമാണിച്ചിട്ട് 3-4 ദിവസത്തെ അവധി കിട്ടിയിട്ടുണ്ട്. കേക്കിൻ്റെ അവിടെയുള്ള സ്വീറ്റ്സ് ഐറ്റംസ് ഒക്കെ കഴിഞ്ഞെന്ന് വെച്ചിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത് തന്നെ ടേബിളും പിന്നെയും കുറേ സ്വീറ്റ്സ് ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പെടുന്നത് കേട്ടോ. ഇതിൻ്റെ പേര് പോലും എന്താണെന്ന് അറിയാണ്ട് ഞാൻ അവിടെ പെട്ടെടുക്കായിരുന്നു. ഫുഡ് ഐറ്റംസ് ഒക്കെ തീർന്നു വെച്ചിരിക്കുമ്പോഴാണ് അവിടെ വായും തുറന്നിട്ട് നമ്മുടെ അവിടെ മട്ടൺ ഇവിടെ നമ്മളെ നോക്കിയിരിക്കണത് കേട്ടോ. നമ്മുടെ മട്ടൺ അങ്ങനെ അവർ നിർത്തി പൊരിച്ച് ഒരുവിധം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഫുഡ്. അതിൻ്റെ മുകളിൽ കത്തിയും വെച്ചിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നരകത്തിലെ കോഴിയായിട്ടുള്ള ഷവായി ചിക്കൻ ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലത്തെ അത്ര സ്പൈസി ഐറ്റംസ് ഒന്നും ആവില്ല. പിന്നെ തൊട്ടപ്പുറത്ത് റൈസ് കാരണം കിടക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഇഷ്ടം പോലെ ബദാമുണ്ട്. പിന്നെ അതവിടെ നമുക്ക് പപ്പടം കാണാനായിട്ട് സാധിക്കും. പപ്പടം തന്നെ തൊട്ടപ്പുറത്തായിട്ട് കാണുന്ന ഈ ഐറ്റംസ് ഒക്കെ ഇല്ലേ, ഇതൊക്കെ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള, അതായത് 0 ആൽക്കഹോളിക് ആയിട്ടുള്ള ബിയർ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മുടെ സർലാസ് അതുപോലെ നമ്മുടെ കച്ചമ്പർ ഈ സംഭവം ഇവിടെ ഇരിക്കണ്ടായിരുന്നത് ഞാൻ പറയാൻ വിട്ടുപോയി.
നമ്മള് സാധാരണ ഇത്ര വലിയ ക്യൂ ചെയ്തിലാണ് നടക്കണത്. നമ്മുടെ ബീവറേജിലൊക്കെ പോകുമ്പോഴേ ഇത്ര വലിയ ക്യൂ കണ്ടത്. ഇവിടെ ഫുഡിന്റെ ടൈം ആയിരിക്കാണ്. ആ ഒരു ഫുഡിന്റെ ടൈം ആയതുകൊണ്ട് എല്ലാവരും ക്യൂവിൽ നിൽക്കുകയാണ്. അതായത് സീറ്റ് കാര്യങ്ങളൊക്കെ അവിടെ കുറവാണ്. അതായത് എല്ലാവരും വന്നിട്ട് അവിടെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ സീറ്റ് കാരണം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് സീറ്റ് കാരണം ഒഴിവാകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. വരിയിൽ നിൽക്കുകയാണ് ഗൈസ്. ഏകദേശം ഒരു 15 മിനിറ്റ് ആയി നമ്മൾ വരിയിൽ നിൽക്കണം. ഇതുവരെ ഫുഡിന്റെ ഇതൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. പേടിപ്പിക്കുന്ന ആൾക്കാരെ അതെ ഇപ്പൊ നിൽക്കലേ അവിടെ നിൽക്കണേ. തിരക്ക് നോക്ക്. താങ്ക് യു. അപ്പൊ നമുക്ക് ഇവിടെ വീക്കിൽ കിട്ടാറുള്ള നമ്മുടെ സ്പ്രിങ്കിൾസും അതുപോലെ ചോക്ലേറ്റും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്തവണ പ്ലേറ്റിലല്ല കേട്ടോ, ഇത്തരത്തിലുള്ള ഒരു ഈ പാക്കറ്റിലാണ് നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത്. ഇഷ്ടം പോലെ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് തോന്നുന്നത് ഇവർ ഇത്തവണ ഇത് തന്നിട്ടുള്ളത്. ഇത് കുഴപ്പമില്ല, പക്ഷേ ഫുഡ് എടുക്കുമ്പോൾ മറിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ടോ എന്നൊരു ഡൗട്ട്. കാരണം അത്ര ഹെവി ഫുഡ് കയറാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു ചാട്ട സ്പൂൺ തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബൗളും തന്നിട്ടുണ്ട് കേട്ടോ. ഗായ്സ്, ഞാൻ എടുത്തിട്ടുള്ള ഫുഡ് ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് കബാബും അതേപോലെ തന്നെ ചിക്കൻ കബാബുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ മന്തി റൈസും അതോടൊപ്പം തന്നെ മന്തി റൈസിൻ്റെ മുകളിലുള്ള നട്ട്സ് ഒക്കെ ഉള്ളത് ഞാൻ സെപ്പറേറ്റ് എനിക്ക് വേണ്ടിയിട്ട് മാത്രം പറക്കിയിട്ടു. ഓക്കെ, പിന്നെ നമ്മുടെ നരകത്തിൽ കൂടെ ആയിട്ടുള്ള ഷവായി എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഫില്ല് ചെയ്തിട്ടുള്ള എന്തോ ഒരു സ്നാക്സ് ഐറ്റം ആയിട്ടുള്ള ഒരു ഐറ്റം എടുത്തിട്ടുണ്ട്. പിന്നെ കച്ചമ്പറോ സർലാസോ എന്ത് വേണമെങ്കിൽ പറയാം, ആ ഒരു ഐറ്റം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ബിയർ ഐറ്റംസ് ആണ് അവിടെ കാണുന്നത്. പിന്നെ ഇത് നമ്മുടെ വീക്കിൽ കിട്ടാറുള്ള പ്രിങ്കിൾസും ചോക്ലേറ്റ്സും ആണ്. പിന്നെ ഇപ്പം ഞാൻ എടുത്ത ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വീറ്റ് ഐറ്റമാണ്. എനിക്ക് വലിയ താല്പര്യമായിട്ട് തോന്നിയില്ല. ആദ്യം കഴിച്ചപ്പോൾ വലിയ കുഴപ്പം തോന്നിയില്ല. പിന്നെ ഒട്ടും താല്പര്യമായി തോന്നിയില്ല. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ആ ഒരു ടേബിളും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ഇരുന്ന് ആ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വെച്ചാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ആ ഒരു ടേബിളുണ്ട്, ടേബിളിൽ ഇനി ഒരു സാധനം വയ്ക്കാനുള്ള ഗ്യാപ്പ് തന്നെ ഇല്ല. അത്രയധികം സാധനം അവിടെ കയറിയിരിക്കുകയാണ്. അതുപോലെ കുടിക്കാനായിട്ടും ഭക്ഷണം കഴിക്കാനായിട്ടുള്ള എല്ലാവിധ ഐറ്റംസും അവിടെ കയറിയിരിക്കുകയാണ്. പിന്നെ ഭക്ഷണങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിനൊന്നും മെച്ചാണ്. ഭക്ഷണം കൂടുതലുള്ള പ്രശ്നം കൂടുള്ളൂ, കുറവുള്ളൊരു പ്രശ്നം കൂടെ ഓഫ് ഷോറിൽ എനിക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി നോക്കുമ്പോൾ നമുക്കിനി സ്വീറ്റ് ഐറ്റംസിലേക്ക് കടക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സ്വീറ്റ് ഐറ്റംസ് ഒക്കെ എടുക്കാൻ വേണ്ടി വന്നൊക്കെയാണ്. ഓക്കെ, ഇതിൽ നമ്മൾ ഏതൊക്കെയോ ടൈപ്പ് സ്വീറ്റ്സുകൾ ഇവിടെ എടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കളക്ട് ചെയ്യണം. അതുപോലെ തന്നെ കേക്കും കൂടി ഒന്ന് എടുക്കണം. കേക്ക് നോക്കുമ്പോൾ ഇവിടെ കുറേയധികം കേക്കുകളുണ്ട്. അതിൽ നമ്മൾ കട്ട് ചെയ്യാത്ത കുറേ കേക്കുകളുണ്ട്, കട്ട് ചെയ്ത കുറേ കേക്കുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളൊരു കേക്ക് നമ്മൾ സെപ്പറേറ്റ് എടുത്തൊക്കെയാണ്. എല്ലാ കേക്കും കൂടി നമുക്ക് കഴിക്കാനായിട്ടും പറ്റില്ല. എല്ലാത്തിനും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കുക. ഞങ്ങളിപ്പോൾ എന്തായാലും കേക്ക് ആകെ ഒരു പീസാണ് എടുത്തേക്കണേ. അതെന്ന് വെച്ചാൽ വയറ് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ കേക്ക് കഴിച്ചു. നല്ല കേക്കാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിൽ ഞാൻ ഇതുപോലത്തെ ഒരു കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു ഓർമ്മയാണ് ഇപ്പോൾ വന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കേക്ക്. നമ്മളിവിടെ ഒരു കാര്യം എടുക്കാൻ വിട്ടുപോയിണ്ടായിരുന്നു. ഇവിടെ ഈദ് മുബാറക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ എടുക്കാൻ വിട്ടുപോയി. അതിൻ്റെ അവിടെ ആൾക്കാർ വേണ്ടി ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാട്ടാ ഈദ് മുബാറക്കിന് എഴുതിണ്ടായിരുന്നു. കുറേ സ്പെല്ലിങ്ങളൊക്കെ പോയിട്ടായില്ലേ. എന്തായാലും നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട. ഓക്കെ.